പിന്നെ വേറെ സംഭവം ഉണ്ട്, നമ്മളിപ്പോ പ്രശസ്തനായതുകൊണ്ട് എപ്പോഴും പാവപ്പെട്ടവർക്ക് ഒരു സംഭവം ചെയ്യുന്നുണ്ട്. പാവപ്പെട്ടവർക്ക് വേണ്ടി നമ്മള് ഒരു ഷോപ്പ് തുടങ്ങും എന്ന് പറഞ്ഞാൽ ഫ്രീ അല്ല, 50% ഓഫറിൽ ഒരു ബിസിനസ് തുടങ്ങും. AJP സ്റ്റോർസ് ചേർത്തലയിൽ ഞാനും നമ്മുടെ വിനീത് VS എന്ന് പറഞ്ഞ ഡയറക്ടർ കൂടിയാണ് തുടങ്ങുന്നത് പാർട്ണർഷിപ്പിൽ. കാരണം ഇവര് ഫണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഇവരെ കൂട്ടാം. ഫണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഫണ്ട് എന്ന് പറയുന്നത് ചെറിയ ഫണ്ടാണ്. കാരണം നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും, ലോസ് അല്ല കിട്ടും. നിങ്ങൾക്ക് ഞാൻ മുടക്കുന്ന 2 ലക്ഷം രൂപയാണ്, അതായത് ഇവനെ മുടക്കുന്നതിന്റെ ഒരു ചെറിയൊരു സാധനം ഞങ്ങൾക്കും കിട്ടും. അല്ല അതായത് ഇവൻ പൊക്കത്ത്, ഇവന്റെ അടിയിൽ വേറെ ആള്, അതിന്റെ അടിയിൽ അഭിലാഷ്, അതിന്റെ അടിയിൽ മറ്റേ സാധനം. ഇവര് പാവപ്പെട്ടവരോട് ഓഫർ കൊടുക്കാം. നിങ്ങൾ ഒരാള് 10,000 അത് അഭിലാഷിന്റെ കിഡ്നി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 10,000 കിഡ്നി അല്ല നിങ്ങൾ പണിയെടുത്ത് വരാൻ പറ്റും, നിങ്ങൾക്ക് പറ്റുന്ന എമൗണ്ട് ആണ്. പക്ഷെ അത് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാഭത്തിന്റെ വിഹിതം കിട്ടും, അത് ഞാൻ ഗ്യാരണ്ടി. AJP സ്റ്റോർ എന്ന് പറഞ്ഞാൽ ലേഡീസ് സ്റ്റോർ ഐറ്റംസ്, സ്റ്റേഷനറി ഐറ്റംസ്, ബുക്സ്, പിന്നെ പെൻഡ്രൈവ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്പായിരിക്കാം. നല്ലൊരു നടിയായിരിക്കും ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതിപ്പോ ഒരുപാട് പെൺപിള്ളേര് ചോദിച്ചിരുന്നു ഇവൻ എത്ര വരെ പഠിച്ചെന്ന്. അപ്പൊ അതിന്റെ ഒരു തെളിവായിട്ടാണ് ഞാനിപ്പോ ഈ സർട്ടിഫിക്കറ്റ് കാണിച്ചത്. അപ്പൊ ഇനിയിപ്പോ ഞാൻ പറയാനുള്ളത് ഇത് ഇവൻ പഠിക്കും, ഇവന് പഠിക്കാനുള്ള ഒരു ബുദ്ധി ഇവനുണ്ട്. ദൈവം അനുസരിച്ച് അത് ഇവന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവൻ ഇനിയും പഠിക്കും. എന്തായി പഠിക്കും. വേറെ കാര്യം പറഞ്ഞോട്ടെ, ഈ വിഷ്ണുവിനെ കുറിച്ച് കാര്യം പറഞ്ഞോട്ടെ. വിഷ്ണു നേരത്തെ പറഞ്ഞ കാര്യം നമ്മൾ കോമഡി ആയിട്ട് പറഞ്ഞു. വിഷ്ണു ഒരുപാട് ജൂനിയർ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് ആയിട്ട് വന്ന ഒരാളാണ്. ഒരുപാട് കാരണം ഞാൻ കണ്ട 3 പടങ്ങൾ ഒരു ദിവസം 2 സിനിമയിൽ ഞാൻ നോക്കിയപ്പോ വിഷ്ണു, കാരണം വിഷ്ണു സിനിമയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ ലുക്കില് ഇദ്ദേഹത്തിന് ക്യാരക്ടർ വേഷം തന്നെ ചെയ്യാൻ സാധിക്കില്ലേ വിഷ്ണു? എനിക്ക് കൂടുതലും കൊച്ചിൻ ലീഫ, ഇന്നസെന്റ് ആ റോളുകൾ ചെയ്യാൻ എനിക്ക് ഇഷ്ടം. ഒരിക്കലും നായകനായിട്ട് എനിക്ക് ചെയ്യാൻ ഒട്ടും താല്പര്യം. വയസ്സ് നോക്ക്. എന്റെ ഒരു കവിത, കോമഡി ആർട്ടിസ്റ്റ് എന്റെ ഒരു കവിത, കുണുക്ക് കൺമണിയേ നുണുക്കു വിദ്യകളാൽ മാടപ്പാൽ പിട പോലെ കുണുക്കിലാക്കണം. അങ്ങനെയല്ലടാ പെണ്ണുങ്ങളെ കറക്കണത് ഇങ്ങനെ. തുടുത്ത പൊങ്കവളിൽ നനഞ്ഞ നെവഴിയിൽ മുത്താനം മുകിലാനം മുത്തമേ. നിങ്ങൾ നോക്കടാ, കുണുക്ക് കൺമണിയേ നുണുക്കു വിദ്യകളാൽ മാടപ്പാൽ പിട പോലെ കുണുക്കിലാക്കണം. അപ്പൊ ഇതുകൊണ്ട് ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റും. ഇപ്പൊ പേഴ്സണൽ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ വരുന്ന കമന്റ്സിൽ വരുന്നത്, ആ ടൈം എത്ര വരെ പഠിച്ചു? കാരണം ഞാൻ പണ്ട് ഒരു പഠിച്ചു. ഞാൻ കോളേജിലേക്ക് പോണ വഴിക്ക് ഒരു അപകടം ഉണ്ടായിരുന്നു, അതുകൊണ്ട് മറന്നുപോയല്ല. ഡാഡി മമ്മി പഴയ 4ാം ക്ലാസ് ആയതുകൊണ്ട് അതാണ് സുരാജ് പറഞ്ഞു. കോളേജിലേക്ക് പോണ വഴിക്ക് ഒരു അപകടം നടന്നുകൊണ്ട് എനിക്ക് എത്ര വരെ പോയി എന്നുള്ള ഓർമ്മ കിട്ടുന്നില്ല. എന്തായാലും താങ്കൾ 10ാം ക്ലാസ് പാസ്സായോ? അത് എനിക്കറിയില്ല. പാസ്സായി. അപ്പൊ താങ്കൾ 10ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ? അല്ലല്ല, കോളേജിൽ പോയായിരുന്നു. ഞാൻ പറഞ്ഞില്ല പഠിച്ചോ? കോളേജിലേക്ക് പോയ കോമയിലായിരുന്നു. അത് ഞാൻ പറഞ്ഞില്ല. അഭിലാഷിന് എങ്ങനെ ആക്സിഡന്റ് ആയത് ഞാൻ പറഞ്ഞില്ല. അഭിലാഷിന്റെ മുറപ്പെണ്ണിന് ഉണക്കമീൻ കഴിക്കണമെന്നൊരു ആഗ്രഹം. അങ്ങനെ അഭിലാഷ് ഉണക്കമീൻ മേടിക്കാൻ പോയപ്പോ ലോറി ഇടിക്കാൻ അതല്ലേ, അങ്ങനെയാണ് അഭിലാഷിന്റെ ആക്സിഡന്റ് ആയി. പൊന്നിന് കാണാൻ കണ്ണയുറങ്ങുറങ്ങ് താമര കുഞ്ഞിയുറങ്ങുറങ്ങ് കണ്ണനെ കണ്ട് ചിരിച്ചും കൊണ്ടോമന മുത്തുറങ്ങ്. ഓർക്കാൻ വേണ്ടിയാണ്. നീ എന്താണ് ഞാൻ ഒരു കാര്യം പറയും, ഈ വയസ്സായ ആളുകൾ തന്നെ തന്റെ ഒപ്പം ഫോട്ടോ എടുക്കാൻ വേണ്ടെന്ന് പറയുന്നു. ചെറുപ്പക്കാരികളായ അത് ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ. പക്ഷെ ചെറുപ്പക്കാരികൾ വരുമ്പോ കൊച്ചിപ്പള്ളിയില് 64ാമത്തെ ചരമവാർഷികം ഉണ്ടായിരുന്നു. അന്നദാന ഫുഡ് പോത്തർച്ചയല്ല, ഒരു സാമ്പാറും ചോറും, ഒരു സദ്യ കഴിച്ചോ? പായസം കഴിച്ചില്ല, വിശപ്പെട്ടു. അതിന് മുമ്പ് തന്നെ പായസത്തിന് മുമ്പ് കഴിച്ചോ? ഫുഡ് കഴിച്ചോ? പായസം കഴിക്കുന്ന ചോറ് കഴിക്കുമ്പോ തന്നെ വിശപ്പെട്ടു. ആ പള്ളിയിൽ വെച്ചല്ലേ താങ്കളുടെ ഒരു കവിത അവിടെ ചൊല്ലിയത്? കവിതയല്ല സംഭവം ഉണ്ടായത്, പെൺകുട്ടികള് ഫോട്ടോ എടുക്കാൻ വന്നു. അല്ല, താങ്കളുടെ പാട്ട് പാടില്ലേ? തന്റെ ഒരു കവിത അവിടെ പാടിയില്ലേ പിതാക്കൾക്ക് വേണ്ടി? പിന്നെ ചെറിയ ഒരു ബ്ലോക്ക് ഉണ്ടായി, അലിൻ ജോസ് പെരേര എന്ന് പറഞ്ഞ ജയ് വിളിച്ചു. എടാ, ആ പള്ളിയിൽ വെച്ചാണ് താൻ ആത്മാക്കൾക്ക് വേണ്ടി പാടിയത്? ആ പണ്ട് കഴിഞ്ഞ വർഷം. അതേതാണ് ഒരു വരിയൊന്നും പ്രഷർക്ക് വേണ്ടി പാടി? ആത്മാക്കൾക്ക് ശാന്തതയുണ്ടാകട്ടെ, മണ്ണിൽ ദൈവം വന്നിട, വിണ്ണിൽ ദൈവം വന്നിട, ആത്മാക്കൾക്ക് നിത്യശാന്തി പകർന്നിടട്ടെ. ഇത് ഡയറക്റ്റ് ചെയ്തത് നമ്മുടെ റസാഖ് പട്ടാഞ്ചേരിയാണ്. പുള്ളി ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ല. പുള്ളി ഇപ്പോ
പക്ഷെ കഴിഞ്ഞ ദിവസം വലിയ ഇവന്റെ അമ്മൂമ്മ വിളിച്ച് എന്നെ ഒച്ചയെടുത്തു. കാരണം ഈ അമ്മൂമ്മയെ കുറിച്ച് ഇവന്റെ കവിത പാടിയത് വൈറലായി. ഇവന്റെ നാവ് പൊന്നാണ്. അടുത്ത നാദൃശയാണ് ഈ കുഞ്ഞുമോൻ, ഈ പുന്നാരമൻ. കേട്ടാ നമ്മുടെ പുന്നാരമൻ, ഈ പുന്നാരമൻ. നാദൃശക്ക നിങ്ങളോട് പറയണം, നിങ്ങളുടെ കാലശേഷം ഇനി പാരടി ഇതേപോലെ അമ്മൂമ്മയെ കുറിച്ച് പാടി. നടക്കുന്ന ഒന്നാണേ, ചില കുടുംബത്തിൽ നടക്കണ ഒന്നാണേ, അന്നും ഇന്നും മാറ്റിടുന്ന അന്നും ഇന്നും പെണ്ണാണ്. വാതില് കണ്ടാല് അമ്മമ്മ തല്ലിപ്പൊളിക്കും. വീട്ടില് ശനിയാണ്, ശനി ദോഷമാണ് അമ്മമ്മ. നമ്മുടെ അഗ്നീസ് അമ്മമ്മ. എല്ലാ ആരെ കണ്ടാലും നോക്കാണ്ട് തെറി വിളിക്കും അമ്മമ്മ. അഗ്നസ് അമ്മമ്മ, എന്റെ അമ്മമ്മ. അതുകൊണ്ട് ജീവിതത്തിൽ പല പ്രതിസന്ധി വന്നാലും എന്റെ കല്യാണം കഴിഞ്ഞ എന്റെ നടേ വിട്ടേ പോകുന്നു പറയുകയാണ് എന്റെ പൊന്നു കർത്താവേ. പാട്ട് മാറ്റിയോ മോൻ? പൊന്നാരമ്മൻ പാട്ട് മാറ്റി, വേറെ പാട്ടാണ്. മോൻ വിജയ് സേതുപതി വിളിച്ചത് അങ്കിളിനെയാണോ? അങ്കിളാ അല്ല വിളിച്ച് വിജയ് സേതുപതി ആരും വിളിച്ചത്? നമ്മുടെ മലയാള സിനിമയിൽ അല്ല ഈ കണ്ണാടി വെച്ച് വിജയ് സേതുപതി വെച്ചപ്പോ വിജയ് സേതുപതി ലുക്ക് ചെറുതായിട്ട് സൈഡിൽ നിന്നൊക്കെ തോന്നുന്നുണ്ട്. ഇവിടെയാണോ? നേരെ നോക്കുമ്പോ പ്രശ്നമുള്ളൂ. ഇങ്ങനെയാണോ? അല്ലെ. ഇപ്പൊ ഒരു ചേച്ചിയുടെ ഇതില് പാമ്പ് കയറിപ്പോ ഒരു വീഡിയോ കണ്ടായിരുന്നല്ലോ ചെവിയുടെ അകത്ത്. അപ്പൊ ഒരാള് കമന്റ് ചോദിച്ചേക്കാണ്, അലിൻ ജോസ് പെരേരയ്ക്ക് ധൈര്യമുണ്ടോ ഒരു പാമ്പിനെ അങ്ങനെ ചെവി കൂടെ കയറ്റാറുണ്ട്? അപ്പൊ അതിനെ കുറിച്ച് അലിൻ ജോസ് പെരേര ഒന്ന് പറഞ്ഞു. എനിക്ക് ധൈര്യമില്ല, താല്പര്യമില്ല. പൂച്ച, പട്ടി, അണലി എല്ലാം പേടിയാണ്. ഒരു ഈച്ച പറയുന്നറിയും. അതൊക്കെ അത്ര പേടിയാ, ഇത്ര പേടിയുള്ള ഇങ്ങനെ പേടിയുള്ള ചെക്കനെ ഇങ്ങനെ കല്യാണം കഴിക്കുമെന്നാണ് ഞാൻ അറിയില്ല. ഇവന് ഇനി പേടിക്കാൻ കിടക്കണില്ല. അല്ല സീരിയസ് ഇവര് പൂച്ചനെ പേടിയാണ്. പിന്നെ ഇവര് കല്യാണം. ഇപ്പൊ മനോജും മറ്റേ കിംബോയൊക്കെ ആദ്യം കല്യാണം കഴിക്കുന്ന പറഞ്ഞ് പിന്നെ വീഡിയോ ഇട്ടോണ്ടിരിക്കുന്നുണ്ട്. നിനക്ക് ഭയങ്കര ജാടയാണ് അങ്ങനെ. നിനക്കൊക്കെ കുട്ടികളിയല്ല കല്യാണം. നീ കെട്ടിയാലും നിന്റെ കോപ്പറായി കാണാനല്ല പെണ്ണുങ്ങളുടെ ലൈഫിൽ നിൽക്കുന്നത്. നമ്മള് എന്ന് പറഞ്ഞ വ്യക്തി എത്രത്തോളം ഡീസന്റ് ആണെന്ന് പലർക്കും അറിയാം. വ്യക്തിപരമായി നമ്മൾ അടുക്കുന്ന ആൾക്കാർക്ക് അറിയാം. പണ്ട് ഈ നമ്മുടെ ഒരു റിയ എന്ന് പറയുന്ന കുട്ടി ഒരു ലൈവ് ഇട്ടിരുന്നു. അതിനു മുന്നേ എനിക്ക് വ്യക്തി സംഭവിച്ച കാര്യം എന്ന് വെച്ചാൽ 5ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ എന്റെ തലവട്ടപ്പന്റെ പെങ്ങക്കട മോള് എന്നെ ബസ്സിൽ വെച്ച് കെട്ടിപ്പിടിച്ചു, ഉമ്മ വെച്ചു, എന്നെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചു, എന്നെ മർദ്ദിച്ചു. ഒരു പെൺകൊച്ചു കെട്ടിപ്പിടിച്ചിട്ടാണ് ഇടിച്ചത്. കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിടിച്ചു. അത്ര പേടിയാണ് ഒരാളെ, അതൊന്നും നീ മനസ്സിലാക്കണം. ഒരാളെ പേടിയാണ്. കാരണം നമ്മള് സ്ത്രീകളെ ബഹുമാനിക്കുന്ന ആളാ, റെസ്പെക്ട് ചെയ്യുന്നു. റിയ അല്ല, റിയക്ക് മുമ്പ് സംഭവിച്ച കാര്യങ്ങളാണ്. ടൈമില് ബസ്സിൽ വെച്ച്, സ്കൂൾ ബസ്സിൽ വെച്ച് ദാരുണ്യമായിട്ടുള്ള സംഭവം എന്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു കരകയറിയത് ഈ റിവ്യൂ, സിനിമ അല്ലെങ്കിൽ സിനിമ നടന്മാരെ കാണുമ്പോൾ അവരെ ആയിട്ടുള്ള സെൽഫി എടുക്കലും കാര്യങ്ങളും ഒക്കെയാണ്. അത് തുടരുന്നു. നമ്മൾ ഇനിയും നമ്മുടെ വേറൊരു കാര്യം പറയാനുണ്ട്. പണ്ട് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് നടക്കുന്ന സമയത്ത് ഞാൻ ഇവരെ ഒരുപാട് പേര് ആട്ടി ഓടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴും ഞാൻ പറയാ എന്തിനാണ് അവൻ ആട്ടി ഓടിക്കണം, അവൻ ഭയങ്കര പൊട്ടനാടാന്ന് പറയും. ഞാൻ പറയാ അവൻ നാളെ വളരും, അത് ഉറപ്പാണ്ടാന്ന് പറഞ്ഞു. പക്ഷെ എന്റെ നാക്ക് കൊല്ലായി നീ വളർന്നു. ലോട്ടറി എടുക്കട്ടെ അടിക്കുന്നു പറയാം. അല്ല ഇവൻ ഒരുപാട് ഓടിച്ചിട്ടുണ്ട്. ഇല്ലെന്ന് അവൻ പറയട്ടെ. ഓടിച്ചിട്ടുണ്ട്. ആസിഫിക്കയുടെ സെറ്റിൽ നിന്ന് കോമഡിയാണ് പറയേ. എന്തായാലും നിങ്ങൾ കണ്ടോ, മാർച്ച് 7-ാം തീയതി ഇവന്റെ ബർത്ത്ഡേ ആണ്. മാർച്ച് 6. അപ്പം 6-ാം തീയതി ബർത്ത്ഡേ ആണ്. അന്നുണ്ടല്ലോ 7-ാം തീയതി കൊല്ലത്തൊരു അമ്പലത്തിൽ ഉത്സവം. അന്നൊരു പ്രത്യേകത ഉണ്ട്. 6-ാം തീയതി ഇവന്റെ പെണ്ണിന്റെ ഫോട്ടോ നിങ്ങളെ മുമ്പില് കാണിക്കും മോനെ. ഫോട്ടോ അല്ലെങ്കിൽ പേര് പറയാ. നിങ്ങൾ പറഞ്ഞില്ലേ കളിയാക്കിയല്ലേ? ഈ ബ്രൈറ്റ് ന്യൂസ് ഒരു വീഡിയോ ഇട്ടുണ്ട്. ചൈനയിൽ പോയാണ് ഞങ്ങൾ കാണുന്നത്. ചൈനയൊന്നുമല്ല, തൂവെള്ള സുന്ദരിയാണ് കൊച്ചിനെ ഇട്ടിരിക്കുന്നത്. എന്തായാലും കേരളത്തിൽ നിന്ന് തന്നെ പെണ്ണ് കെട്ടിയിരിക്കും. ഈ വർഷം തന്നെ കൊച്ചും ജനിച്ചിരിക്കും എന്ന് ഞാൻ പറയാം. കാരണം കല്യാണം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് കുട്ടി ഉണ്ടാവുന്നതാണ്. അത് ആട്ടയത്തിന്റെ പണിയല്ല എനിക്ക്. മറ്റേ ഈ വർഷം തന്നെ എന്തായാലും 6 മാസം കഴിയുമ്പോ എന്തായാലും പ്രഗ്നന്റ് ആണോ. അപ്പൊ ഈ കുഞ്ഞു പെരേര റിവ്യൂ പറയോ? കുഞ്ഞു പെരേര റിവ്യൂ പറയോ? ആ കൊച്ചിന് ചോറ് മറ്റേ വായില് മറ്റേ ഇത് ഇട്ട് കൊടുക്കുന്നത് അഭിലാഷ് മധുരം കൊടുക്കുന്നത് പുല്ല്. അതെന്തൊരു ചടങ്ങാണല്ലോ. അപ്പൊ എന്തായാലും കുട്ടി റിവ്യൂ പറയോ?
റിവ്യൂ പറയാൻ കുട്ടീനെ മറ്റേ MBBS വിടാനുള്ളതാ. MBBS അല്ല, ആണാണെങ്കിൽ ആക്ടറാക്കാൻ നോക്കും, പെണ്ണാണെങ്കിൽ കളക്ടറാക്കും. അപ്പൊ ദുൽഖർ സൽമാൻ എന്ന് പറയുന്നത് പെരേര സൽമാൻ അല്ലേ? വരട്ടെ, എന്തായാലും കല്യാണം കഴിക്കട്ടെ. ഭാവി പരിപാടികൾ. എത്ര കുട്ടികളാണ് പ്ലാൻ? 3-4 പേര്. 4 പേര്. അഞ്ചാമത് ആലോചിക്കൂ. 4 കുട്ടികളൊന്നും ആലോചിച്ച് നോക്കിയേ നിങ്ങള്. 4 കുട്ടികളാണ് പെരേരൊക്കെ ഉണ്ടാകുമ്പോൾ. ഈ 4 പേരുടെ പേരെങ്ങനെയായിരിക്കും ഇടാൻ ഉദ്ദേശിക്കണേ? അലിൻ ജോസ് പെരേര അങ്കിൾ. പേരിപ്പോ ഒന്ന് കണ്ടു. അലിൻ ജോസ് പെരേര. ഏലിയസ് അലൻസ് പെരേര. പിന്നെ അലിനെ നീ കല്യാണം കഴിക്കുന്ന പെൺകുട്ടീനെ റൊമാൻറ്റിക് ആയിട്ട് എന്താണ് വിളിക്കുക? അല്ല ഇവന്റെ ഒരു പേരുണ്ട്, ചൊല്ല പേര് എലിമോ. പൊന്നാന്ന്. നമ്മൾക്ക് പേര് പൊന്നാ. അതെ. അപ്പൊ 4 പേരെ. ലിയോ, അലിൻ, ജോസ് പെരേര. അല്ല ഇവനെ കൊച്ചിനെ വിളിക്കുന്ന പേര് പൊന്ന. പെണ്ണുണ്ടെങ്കിൽ പെണ്ണിനെ എന്താണ് റൊമാൻറ്റിക് ആയിട്ട് വിളിക്കുന്നത്? പൊന്നു. എന്തോ മോളെ ചക്കര ചക്കര എന്നാണ് വിളിക്കുക. ഞങ്ങൾ പൊന്നാന്ന് വിളിക്കണം. ചക്കര. ഇവരെ പേരേക്ക് ഫുഡ് വിളിക്കണം. നിന്റെ കൊച്ചിനെ ഞങ്ങൾ വിളിക്കണ പൊന്നാന്ന്. എന്നെ മുന്നേ വെച്ച് അടിക്കോട്ടെ. ആ കയ്യ പിടിച്ചിട്ടു. ഇയാളടിപ്പിക്കൂല. കല്യാണം കഴിഞ്ഞവർ ഒഴിവാക്കും. ഒരു കാര്യം പറയാം, അലജോസ് പെരേര കല്യാണം കഴിഞ്ഞ അഭിലാഷ് അടിപ്പിക്കൂല. ഇത് പറയണോ? അത് പറ. കല്യാണം കഴിഞ്ഞ അലജോസ് പെരേര അടിപ്പിക്കൂല. അഭിലാഷ് അടിപ്പിക്കൂല കല്യാണം കഴിഞ്ഞ. അത് ശരിയല്ലേ? നിന്നെ വളർത്തിയാണെന്നല്ലേ നീ എന്തോ വിളിച്ചോ? ഇയാള് കുളിക്കൂല, നടക്കൂല, താടി പഠിക്കൂല. ഇയാളൊക്കെ ആരാണ് ഇന്റർവ്യൂല് ഒരു പോണോ പോയോ?